തമിഴ്നാടൻ വിക്രം സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായിട്ടുള്ള താരമാണ്. തനിക്ക് സ്വന്തമായൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയാനും പ്രേക്ഷകരോട് സംസാരിക്കാനും പ്രേക്ഷകരോട് അനുകമ്പ കാണിക്കാനും വിക്രം മറക്കാറില്ല. പ്രത്യേകമായി എടുത്തു പറയേണ്ട സ്നേഹം തന്നെയാണ് വിക്രമിനുള്ളത്. വയനാട് നടന്ന ദുരന്തത്തിൽ വിക്രം കോൺട്രിബ്യൂട്ട് ചെയ്ത സംഭാവനകളും മറക്കാനാകില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് കടുത്ത നിരാശ പിടിച്ച ദിവസങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നു. ആ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഒരുപാട് സർജറികൾ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകാത്ത ഒരവസ്ഥ, അതായിരുന്നു തനിക്കുണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ നടൻ വിക്രം തന്നെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓഡിയോ ലോഞ്ചിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. ഇതോടെ എല്ലാവർക്കും വളരെയധികം ഭയമായി. ഇതുവരെ വിക്രം തുറന്നു പറയാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു. തങ്കലാൻ ഒരു ലക്ഷ്യമുണ്ട്, അവനെ കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഉയരത്തിലെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ ഓഡിയോ ലോഞ്ചിൽ തന്റെ കഥാപാത്രത്തെക്കുറിച്ച് വിക്രം പറയുന്നത്. ആക്സിഡന്റായി വിക്രത്തിന്റെ കാലൊടിഞ്ഞിരുന്നു. മുറിച്ചു മാറ്റേണ്ടി വരുമെന്നാണ് ആദ്യം ഡോക്ടർമാരൊക്കെ പറഞ്ഞത്. അതിനുശേഷം 3 വർഷം ആശുപത്രി ബെഡിൽ തന്നെയായിരുന്നു. 23 സർജറികൾ കഴിഞ്ഞു. മുറിച്ചു മാറ്റാത്ത കാല് തിരിച്ചു കിട്ടി. അതിനുശേഷം 1 വർഷം സ്ട്രെച്ച് വെച്ചായിരുന്നു നടന്നത്. എന്റെ മകൻ ഇനി എന്നാണ് നടന്നു തുടങ്ങുന്നത് എന്ന് അമ്മ ഡോക്ടറോട് ചോദിച്ചു. ഇല്ല, അവനിനി നടക്കുകയില്ല. മുറിച്ചു മാറ്റാൻ പറഞ്ഞ കാൽ സുരക്ഷിതമായില്ലേ, നടക്കുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട എന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എനിക്കന്നേ സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം ഭയങ്കരമായി ഉണ്ടായിരുന്നു. അതുമാത്രമായിരുന്നു തലയിലുണ്ടായിരുന്നത്. ഞാൻ നടക്കുമെന്ന വാശി ഉള്ളിലുണ്ടായിരുന്നു. വലിയ റോളുകളൊന്നും വേണ്ട, ചെറിയ റോളുകൾ, ഒരു സീനിലെങ്കിലും അഭിനയിച്ചാൽ മതി എന്നായിരുന്നു. ആ സമയത്ത് വടി കുത്തിപ്പിടിച്ച് ഞാൻ മറ്റു ജോലികൾ പോകുമായിരുന്നു. 750 രൂപയാണ് ശമ്പളം. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? അതിനിടയിൽ അഭിനയം എന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ മര്യാദയ്ക്ക് നടക്കാൻ പോലും സാധിക്കാത്ത നിനക്ക് എങ്ങനെ സിനിമയിൽ അവസരം കിട്ടുമെന്ന് പറഞ്ഞ് ചുറ്റുമുള്ളവർ തന്നെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ എന്റെ ഉള്ളിലെ വാശി മാത്രം മാറിയില്ല. 2 വടിയും കുത്തിപ്പിടിച്ച് നടന്നിരുന്നു ഞാൻ. പിന്നീട് ഒരു വടി മാത്രം വെച്ച് നടക്കാൻ തുടങ്ങി. നടത്തം ശരിയായി വരുമ്പോൾ തന്നെ സിനിമയിൽ ചെറിയ അവസരങ്ങൾ കിട്ടി. പറ്റില്ല എന്ന് പറഞ്ഞവർ പിന്നീട് നിശബ്ദമായി. പക്ഷെ സിനിമകളെല്ലാം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും പറ്റില്ല, വിട്ടേക്കെന്ന് സുഹൃത്തുക്കൾ പറയാൻ തുടങ്ങി. അവിടെ നിന്ന് നീണ്ട 10 വർഷത്തെ കടപ്പാടിനൊടുവിലാണ് ഇന്ന് നിങ്ങൾ കാണുന്ന നിലയിലേക്ക് ഞാൻ വളർന്നത്. കാലൊടിഞ്ഞ സമയത്തോ സിനിമയിൽ പരാജയപ്പെട്ട സമയത്തോ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് ഞാൻ നിന്നിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന നിലയിലെത്താനോ ഇവിടെ നിന്ന് സംസാരിക്കാനോ എനിക്ക് സാധിക്കുമായിരുന്നില്ല എന്നാണ് വിക്രം പറയുന്നത്. വിക്രത്തിന്റെ വികാരഭരിതമായ കുറിപ്പും വാക്കുകളും തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. പ്രേക്ഷകർക്കൊക്കെ തന്നെയും വിക്രം എന്ന് പറയുന്നത് എന്നും ഒരു സ്വപ്ന സാക്ഷാത്കാരമായി നിൽക്കുന്നു. ആരാധകരുടെ മുന്നിലൊക്കെ തന്നെയും എപ്പോഴും ചിരിച്ചുകൊണ്ട് യാതൊരു അമർഷവും കാണിക്കാത്ത ഒരു താരമെന്ന് തന്നെ വിക്രത്തിനെ വിശേഷിപ്പിക്കാം. ഇദ്ദേഹത്തിന്റെ പുതിയ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം ഇത് പറയുന്നത്. പാരഞ്ജിത്ത് ഷിയാൻ വിക്രം കൂട്ടുകെട്ടിൽ പിറക്കുന്ന തങ്കലാൻ എന്ന ചിത്രത്തിന്റെ ഓഡിയോ പ്രതീക്ഷ. തീർത്തും വേറിട്ടൊരു സിനിമാ അനുഭവം തന്നെയാണ് തങ്കലാൻ എന്ന വ്യക്തം ഇതിനോടകം തന്നെ പുറത്തായി വന്ന ടീസറിലും ട്രെയിലറിലും മനസ്സിലാകുന്നു. ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ ഷിയാൻ വിക്രം ഇമോഷണലായി പറഞ്ഞ ഈ വാക്കുകൾ കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെയും അദ്ദേഹം ജീവിതത്തെ കൈവരിച്ച ഈ ഒരു അത്ഭുതത്തെയുമാണ് പ്രേക്ഷകർ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.